ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. വിജയ് നായകനാക്കി വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്ത സിനിമ കൃത്യം 2 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുകയാണല്ലോ. നാളെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ 3-ാം ദിവസമാണ് തിയേറ്ററുകളിൽ. ഒപ്പം സിനിമയുടെ ശനിയാഴ്ച ദിവസം കൂടിയാണ്. സിനിമയുടെ നാളത്തെ കേരള ഒപ്പം തന്നെ ഇന്ത്യൻ ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വെള്ളിയാഴ്ചത്തേതിന് സമാനമായ ഒരു അവസ്ഥയാണ് നാളെ ശനിയാഴ്ചയായിട്ട് പോലും എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാരണം അത്രത്തോളം വലിയൊരു പച്ചമയമാണ് ബുക്ക് മൈ ഷോയിൽ എങ്ങും കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. വളരെ കുറച്ച് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് മാത്രമേ നമുക്ക് ഇന്ന് വെള്ളിയാഴ്ചത്തെ ഇതുപോലെ നാളെ ശനിയാഴ്ചയും കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപാട് സ്ക്രീനുകളിൽ റിലീസ് ആയതുകൊണ്ട് തന്നെ സിനിമയുടെ ഓറഞ്ച് ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എത്രയാണ് എന്ന് എണ്ണിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിനിടയിൽ ദി ഗോട്ട് എന്ന സിനിമയുടെ ഇന്ത്യൻ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഇതുപോലെ തന്നെ ഇന്നും സിനിമയ്ക്ക് 20,000-ലധികം ടിക്കറ്റ് വിൽപ്പനയാണ് മണിക്കൂറിലെ ബുക്ക് മൈ ഷോ വഴി നടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ 2-ാം ദിവസത്തെ ഇതുപോലെ തന്നെ 3-ാം ദിവസവും മോശമല്ലാത്ത കളക്ഷൻ ഉണ്ടാകും. എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ 2-ാം ദിവസത്തെ അതേ കളക്ഷൻ 3-ാം ദിവസം വരികയാണെങ്കിൽ ഗോട്ട് എന്ന സിനിമയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ അർത്ഥം. സിനിമയുടെ കേരള ഫൈനൽ കളക്ഷൻ എവിടെ വരെ പോകുമെന്ന് കാത്തിരുന്ന് കണ്ടറിയാം. കാത്തിരിക്കൂ കൂടുതൽ ഗോട്ട് അപ്ഡേറ്റുകൾ കേട്ട്. ഇതിനിടയിൽ ഗോട്ടിന്റെ റിലീസോടെ വാഴ എന്ന സിനിമ മികച്ച റണ്ണോട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരുന്ന സമീപകാലത്തെ മലയാളം സിനിമയുടെ ഒരുപാട് സ്ക്രീനുകൾ കുറഞ്ഞിരുന്നു, ഷോകൾ കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഗോട്ടിന്റെ ആദ്യ പ്രതികരണവും ഒപ്പം തന്നെ സിനിമയുടെ 2-ാം ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ കണ്ട് വാഴ എന്ന സിനിമ സ്ക്രീനുകളും ഷോ കൗണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഒപ്പം അതിൻ്റെതായ കളക്ഷൻ വർധനയും ഇന്ന് സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഗോട്ട് റിലീസ് ചെയ്ത വ്യാഴാഴ്ച ഇതേ സമയം 6 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 12 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ കേരള ഗ്രോസ് 30 കോടി രൂപയ്ക്ക് മുകളിലേക്കും വേൾഡ് വൈഡ് ഗ്രോസ് 40 കോടിയിലേക്കും അടുക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ വാഴ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത നാനിയുടെ തെലുഗു സിനിമയാണല്ലോ സരിപ്പോദ ശനിവാരം. ഞാൻ ഈ സിനിമകളെല്ലാം തന്നെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നാം കാണുന്നത് ആദ്യ വീക്കെൻഡിൽ മികച്ചൊരു കളക്ഷൻ ഉണ്ടാകും, പിന്നീട് തിങ്കൾ മുതൽ കളക്ഷൻ കുറയുന്ന കാഴ്ചയുമാണ്. ഇപ്പോഴത്തെ അതേ സമാനാവസ്ഥയാണ് സരിപ്പോദ ശനിവാരം എന്ന സിനിമയ്ക്കും. ആദ്യ 4 ദിവസങ്ങളിൽ വളരെ മികച്ച കളക്ഷൻ ഉണ്ടായ സിനിമ ഇപ്പോൾ ദൃഢ ദിവസങ്ങളിലെ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് പാടുപെടുകയാണ്. 70 കോടിയിലേക്കാണ് ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നത്. 90 കോടിയാണ് സിനിമയുടെ ബ്രേക്ക് ഇവൻ പോയിന്റ്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ വളരെ ചുരുക്കം നല്ല നടന്മാരിൽ ഒരാളാണല്ലോ നാനി. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വെർഡിക്റ്റ് കൃത്യമായിട്ട് അറിയാനായിട്ട്.